ഇനി ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് കാണുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സമയം 7:20. മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ക്ലോക്കിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്ലോക്ക് വരയ്ക്കാം. എന്നിട്ട് അതിൽ ജസ്റ്റ് സൂചികളൊന്നും അടയാളപ്പെടുത്തുക. ആവശ്യമുള്ള നമ്പേഴ്സ് മാത്രം ഇട്ടുകൊടുത്താൽ മതി. അപ്പം നമുക്ക് 7:20 എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് ക്ലോക്കിലെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി ഉണ്ടാവുക. കറക്റ്റ് 7-ലായിരിക്കുമോ? അല്ല, ഏന്ന് കുറച്ച് പുറത്തേക്കായിരിക്കും എപ്പോഴും മണിക്കൂർ സൂചി നിൽക്കുക. ഇനി നമ്മൾ ഇവയ്ക്കിടയിൽ 7-ൻ്റെയും 4-ൻ്റെയും ഇടയിൽ എത്ര ഗ്യാപ്പുകൾ ഉണ്ട് നോക്കുക. നമുക്കിവിടെ 1, 2, 3 ഗ്യാപ്പുകളാണ് ഉള്ളത്. നമുക്കറിയാം ഒരു ഗ്യാപ്പിൻ്റെ ആംഗിള് 30 ഡിഗ്രി ആണെന്നറിയാം. അങ്ങനെ ഇവിടെ 3 ഗ്യാപ്പുകളാണ് ഉള്ളത്. അപ്പോൾ 3 × 30 90 ഡിഗ്രി ഉണ്ട്. ഇനി ഇവിടെ ഈ മണിക്കൂർ സൂചി പുറത്തേക്കാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് ഇവിടെ ഈ സ്പേസിൽ ചെറിയൊരു ആംഗിളും കൂടി വരും. മണിക്കൂർ സൂചി 7 കഴിഞ്ഞ് കുറച്ച് ദൂരം പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ മിനിറ്റ് സൂചി ഓരോ 1 മിനിറ്റ് നീങ്ങുമ്പോഴും മണിക്കൂർ സൂചി 1/2 ഡിഗ്രി സഞ്ചരിക്കുമെന്ന്. ഓക്കെ, അപ്പം നമുക്ക് തന്ന സമയം നോക്കാം. നമുക്ക് തന്ന സമയം എന്ന് പറഞ്ഞാൽ 7:20 അപ്പം ഇവിടെ 20 മിനിറ്റായി. 20 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മണിക്കൂർ സൂചി തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 20-ൻ്റെ പകുതി 10. നമ്മുടെ ആൻസർ 90 + 10 = 100 ഡിഗ്രി എന്നായിരിക്കും നമ്മുടെ ആൻസർ. സമയം 1:30. മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു റഫായിട്ട് ഒരു ക്ലോക്കിനെ വരച്ചു. 1:30 നമ്മൾ സമയം അടയാളപ്പെടുത്തി. ഇനി ഈ സമയങ്ങൾ തമ്മിൽ എത്ര ഗ്യാപ്പ് വരുന്നുണ്ട് നോക്കാം. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 ഗ്യാപ്പാണ് വരുന്നത്. അപ്പം ഒരു ഗ്യാപ്പ് 30 ഡിഗ്രിയാണ്. അങ്ങനത്തെ 5 ഗ്യാപ്പ് 30 × 5 150 ഡിഗ്രി. 150 ഡിഗ്രി. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, 1:30 എന്ന് പറയുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചി കറക്റ്റ് 1 എന്ന് പറഞ്ഞ ഡിജിറ്റിലല്ല നിൽക്കുക. 1-ൽ നിന്ന് കുറച്ച് താഴത്തോട്ടേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാവും. നമ്മൾ ക്ലോക്ക് കൃത്യമായി വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/2 ഡിഗ്രിയാണ് മണിക്കൂർ സൂചി സഞ്ചരിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സമയം എത്ര നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സമയം 1:30. ഈ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മണിക്കൂർ സൂചി 30-ൻ്റെ പകുതിയായ 15 ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടാവും. 15 ഡിഗ്രി ഉള്ളോട്ടാണ് സഞ്ചരിക്കുന്നത്. ഉള്ളോട്ട് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ കുറയാണ് ചെയ്യുക. അപ്പോൾ 150-ൽ നിന്ന് നമ്മൾ ഈ 15 കുറച്ച് കൊടുക്കാം. നമ്മൾ ആൻസർ 135 ഡിഗ്രി എന്ന് ലഭിക്കും. ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേക ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നും പഠിച്ച് വെക്കേണ്ടതില്ല. ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സമയം 11:30. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? 11:30-ൻ്റെ ഞാൻ റഫായിട്ടൊരു ക്ലോക്ക് വരച്ചു. ഇതിൻ്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കാം. 1, 2, 3, 4, 5. ഒരു ഗ്യാപ്പ് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 5 ഗ്യാപ്പ് 30 × 5 150 ഡിഗ്രി.
ഇനി ഈ സമയത്ത് 11:30 എന്ന് പറയുമ്പോൾ നമുക്ക് മണിക്കൂർ സൂചി 11ന്റെ പുറത്തേക്കാണ് സഞ്ചരിക്കുക. അപ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടിയ ആംഗിളിനെക്കാട്ടിലും കുറച്ചും കൂടി ആംഗിൾ കൂടാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളെ സമയം 11:30. അപ്പോൾ 1 മിനിറ്റ് തിരിയുമ്പോൾ 1/2 ഡിഗ്രിയാണ്, 1 മിനിറ്റ് ആകുമ്പോൾ 1/2 ഡിഗ്രിയാണ് മണിക്കൂർ സൂചി സഞ്ചരിക്കുക. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സമയം 30 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 15 ഡിഗ്രി സഞ്ചരിക്കും. ഇത് പുറത്തേക്കാണ് 15 ഡിഗ്രി സഞ്ചരിക്കുന്നത്. അപ്പോൾ ആംഗിൾ കൂടുക ചെയ്യുക. അപ്പോൾ 180 + 15 = 165 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടും. സമയം 3:30. മിനിറ്റ്, മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? അപ്പോൾ ഞാൻ ആദ്യം തന്നെ 3:30 എന്ന് പറഞ്ഞപ്പോൾ റഫായിട്ട് ഒരു ക്ലോക്ക് വരച്ചു. നമുക്ക് ആവശ്യമുള്ള നമ്പേഴ്സ് മാത്രം അടയാളപ്പെടുത്തി. ഇനി തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കാം. 1, 2, 3 ഗ്യാപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അങ്ങനത്തെ 3 ഗ്യാപ്പാണെങ്കിൽ 30 × 3 90 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ മണിക്കൂർ സൂചി ഉള്ളോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്. 3 കഴിഞ്ഞിട്ട് ഉള്ളോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ കോണിനെക്കാട്ടിലും ആക്ച്വലി ആംഗിൾ കുറച്ച് കുറവായിരിക്കും. കാരണം ഈ സൂചി കുറച്ച് ഉള്ളോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സമയം 3:30 ആണെങ്കിൽ ഈ 30ന്റെ പകുതിയായ 15 ഡിഗ്രി നമുക്ക് കിട്ടിയ അളവിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ 90 - 15 നമുക്ക് 75 ഡിഗ്രി എന്ന് ആൻസർ ലഭിക്കും.